എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 227 ചോദ്യം നമ്പർ. ഫോളിക് ആസിഡ്, എ ടൈപ്പ് ഓഫ് വൈറ്റമിൻ ബി, ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഡ്യൂറിങ് ദ ഏർലിയസ്റ്റ് സ്റ്റേജ് ഓഫ് ഫീറ്റൽ ഡെവലപ്മെൻറ്റ്. അതായത് വാട്ട് ആർ ദ തിങ്സ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഡ്യൂറിങ് ഏർലിയസ്റ്റ് സ്റ്റേജ് ഓഫ് ഫീറ്റൽ ഡെവലപ്മെൻറ്റ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യുവാനായിട്ട് സഹായിക്കുന്നത് ഒരു ഫീറ്റസിനെ അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന ഒരു ശിശുവിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുക ഫോളിക് ആസിഡ് എ ടൈപ്പ് ഓഫ് വൈറ്റമിൻ ബി ഹെൽപ്സ്, അതായത് എ ടൈപ്പ് ഓഫ് വൈറ്റമിൻ ബിയും അതുപോലെ ഫോളിക് ആസിഡുമാണ് എന്തിനാണ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഡ്യൂറിങ് ഏർലി സ്റ്റേജ് ഓഫ് ഫീറ്റൽ ഡെവലപ്മെൻറ്റിന് വരാതിരിക്കാനായിട്ട് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് വരാതിരിക്കുവാൻ സഹായിക്കുന്നത്. ഇനി 228 ചോദ്യം. ഗുഡ് ഡയറ്റ് വുഡ് ഗീവ് മോർ appropriate birth weight and increase rate of maternal and infant survival. What is advantage of good diet for a pregnant woman? എന്താണ് ഒരു പ്രഗ്നൻ്റ് സ്ത്രീ നല്ല ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം? ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഉത്തരം എഴുതാം. ഗുഡ് ഡയറ്റ് വുഡ് ഗീവ്, അതായത് നല്ല ഭക്ഷണം നൽകും. എന്താണ്? മോർ അപ്രോപ്രിയേറ്റ് ബർത്ത് വെയ്റ്റ്, അതായത് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ജനിക്കുന്ന സമയത്ത് കുഞ്ഞിന് ഭാരമുണ്ടാവും, അതായത് ബർത്ത് വെയ്റ്റ്, അതായത് ജനിക്കുന്ന കുഞ്ഞിൻ്റെ ഭാരം. ആൻഡ് ഇൻക്രീസ് റേറ്റ്സ് ഓഫ് മറ്റേണൽ ആൻഡ് ഇൻഫാൻറ്റ് സർവൈവൽ, അതുപോലെ തന്നെ മാതൃശിശു മരണ നിരക്ക് കുറഞ്ഞുകൊണ്ട് അമ്മയുടെയും കുഞ്ഞിൻ്റെയും സർവൈവൽ, അതായത് ജീവിക്കുന്ന ഒരവസ്ഥ കൂടുതലായിട്ട് ഉണ്ടാകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി 229 ചോദ്യം. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി MTP റെഫേഴ്സ് ടു ലീഗൽ അബോർഷൻ. സോ വാട്ട് ഈസ് MTP എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക MTP എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് റെഫേഴ്സ് ടു ലീഗൽ അബോർഷൻ, അതായത് നിയമപരമായിട്ടുള്ള ഗർഭം അലസിപ്പിക്കലിനെയാണ് അല്ലെങ്കിൽ ഗർഭചിത്രത്തെയാണ് എന്ത് പറയുന്നത് MTP എന്ന് പറയുന്നത്. ഇനി 230 ചോദ്യം. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ MTP ഈസ് ദ പ്രോസസ് ഓഫ് മെഡിക്കലി ടെർമിനേറ്റിംഗ് ദ ഫീറ്റസ് ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ പ്രഗ്നൻസി പീരീഡ്. അതായത് വാട്ട് ഹാപ്പൻസ് ഇൻ MTP, എന്താണ് MTPയിൽ സംഭവിക്കുന്നത്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഈസ് ദ പ്രോസസ്, അതായത് MTP എന്ന് പറയുന്ന ആ പ്രോസസ്സിൽ മെഡിക്കലി ടെർമിനേറ്റിംഗ് ദ ഫീറ്റസ്, അതായത് ഫീറ്റസിനെ മെഡിക്കലി ടെർമിനേറ്റ് ചെയ്യും ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ പ്രഗ്നൻസി പീരീഡ്, അതായത് പ്രഗ്നൻസി പീരീഡ് തീരുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്യും? ആ പ്രോസസ്സിനെ കംപ്ലീറ്റ് ചെയ്യും. ഇനി 231 ചോദ്യം. ഫാക്ടേഴ്സ് സച്ച് ആസ് ഏജ്, കോംപ്ലക്സിറ്റീസ് of pregnancy and health conditions of the pregnant woman could be a cause for medical termination of pregnancy. എന്തെല്ലാമായിരിക്കാം MTP അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയുടെ കാരണങ്ങൾ? വാട്ട് കുഡ് ബി ദ കോസ് ഓഫ് MTP? അപ്പം നമുക്ക് എഴുതാം ഫാക്ടേഴ്സ് സച്ചാസ്, അതായത് ഫാക്ടറുകൾ ഏതെല്ലാമാണ്? സച്ചാസ് ഏജ്, അതായത് പ്രായം, കോംപ്ലക്സിറ്റീസ് ഓഫ് പ്രഗ്നൻസി, അതായത് ഗർഭകാലത്തുണ്ടാകുന്ന സങ്കീർണതകൾ, ആൻഡ് ഹെൽത്ത് കണ്ടീഷൻ, അതായത് അമ്മയുടെയോ കുഞ്ഞിൻ്റെയോ ഹെൽത്ത് കണ്ടീഷൻ. ഇവയെല്ലാം എന്താണ്? കുഡ് ബി എ കോസ് ഓഫ് മെഡിക്കൽ ടെർമിനേഷൻ, അവയെല്ലാം മെഡിക്കൽ ടെർമിനേഷനെ ഒരു കാരണമായി തീരാം. ഓക്കെ, ഇനി 232 ചോദ്യം. ഫീറ്റസ് ഈസ് ടെർമിനേറ്റഡ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ് യൂസിങ് ഡ്രഗ് ഓർ സർജിക്കൽ ടെക്നിക്സ്, അതായത് ഫീറ്റസിനെ എങ്ങനെയാണ് അലസിപ്പിച്ച് കളയുന്നത്? ഓക്കെ, ഫീറ്റസിനെ ഹൗ ദ ഫീറ്റസ് ഈസ് ടെർമിനേറ്റഡ്, അതായത് ഫീറ്റസ് ഈസ് ടെർമിനേറ്റഡ്, എങ്ങനെയാണ് ഫീറ്റസിനെ ടെർമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്നത്? ഫീറ്റസ് ഈസ് ടെർമിനേറ്റഡ്, ഫീറ്റസിനെ നശിപ്പിച്ച് കളയുന്നു അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽസ്, അതായത് ആരോഗ്യത്തെക്കുറിച്ച്, നല്ല ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് ചെയ്യുന്ന ഡോക്ടർമാരാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽസ് യൂസിങ് ഡ്രഗ്സ് ഓർ സർജിക്കൽ ടെക്നിക്സ്, അതിനകത്ത് ഒന്നുകിൽ മരുന്നുകളായിരിക്കാം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്ന സർജിക്കൽ ടെക്നിക്കുകളായിരിക്കാം ഉപയോഗിക്കുന്നത്. ഇനി 233 ചോദ്യം. അയൺ, ഫോളിക് ആസിഡ്, കാൽസ്യം,
ആൻഡ് വൈറ്റമിൻ ഡി ആർ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഫോർ എ പ്രഗ്നൻറ്റ് വുമൺ. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, വിച്ച് ആർ ദ എസെൻഷ്യൽ ന്യൂട്രിയൻറ്റ് ഫോർ ആൻ എസെൻഷ്യൽ എ പ്രഗ്നൻറ്റ് വുമൺ, അതായത് വിച്ച് ആർ ദ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഫോർ എ പ്രഗ്നൻറ്റ് വുമൺ, ഏതെല്ലാമാണ് ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീക്ക് അത്യാവശ്യമായിട്ടുള്ള പോഷകങ്ങൾ എന്നാണ് ചോദ്യം. അയൺ, അതായത് നമുക്കറിയാം അയൺ, ഫോളിക് ആസിഡ്, കാൽസ്യം ആൻഡ് വൈറ്റമിൻ ഡി, ഇവയാണ് എസെൻഷ്യൽ ന്യൂട്രിയൻസ്. അവയാകുന്നു ഏറ്റവും അനിവാര്യമായ ന്യൂട്രിയൻസ് ഫോർ എ പ്രഗ്നൻറ്റ് വുമൺ, അതായത് ഗർഭിണിയായ ഒരു സ്ത്രീക്ക്. ഓക്കെ, ഇനി 234 ചോദ്യം. ഫൈബർ റിച്ച് ഫുഡ് ഹെൽപ്സ് digestion and prevents constipation. So what is the advantage of fiber rich food? എന്താണ് ഫൈബർ റിച്ച്, അതായത് ഫൈബർ കൂടുതലുള്ള അല്ലെങ്കിൽ നാരുകൾ കൂടുതലുള്ള ഭക്ഷണത്തിൻ്റെ അഡ്വാൻറ്റേജ്, ഗുണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫൈബർ റിച്ച് ഫുഡ് ഹെൽപ്സ് ഡൈജഷൻ, അതായത് നാരുകൾ കൂടുതലുള്ള ഫുഡ് എന്ത് ചെയ്യുന്നു, ഡൈജഷൻ, ദഹനത്തെ സഹായിക്കുന്നു. ആൻഡ് പ്രിവെൻറ്റ് കോൺസ്റ്റിപ്പേഷൻ, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെയാക്കുന്നു. കോൺസ്റ്റിപ്പേഷൻ എന്ന് വെച്ചാൽ മലബന്ധം, അതായത് മലം പുറത്തു പോകുന്നതിനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ആ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെയാക്കുന്നു. ഓക്കെ, ഇനി 235. എക്സസീവ് കൺസപ്ഷൻ ഓഫ് ഫുഡ് കണ്ടെയ്നിങ് സോൾട്ട്, ഷുഗർ ആൻഡ് ഫാറ്റ് ഷുഡ് ബി കൺട്രോൾ ഡ്യൂറിങ് പ്രഗ്നൻസി. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഇതാണ്, ഏതെല്ലാം തരത്തിലുള്ള ഫുഡുകളാണ് ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീ അവോയ്ഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ നിയന്ത്രിക്കേണ്ടത്? വിച്ച് ആർ ദ ഫുഡ് ഐറ്റംസ് എ പ്രഗ്നൻ്റ് വുമൺ ഷുഡ് അവോയ്ഡ്? ഏതെല്ലാം ഫുഡ് ഐറ്റംസ് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ ഉപേക്ഷിക്കണം? എക്സസീവ് കൺസപ്ഷൻ ഓഫ് ഫുഡ് കണ്ടെയ്നിങ് സോൾട്ട്, അതായത് യാതൊരു രീതിയിലും കൺട്രോൾ ഇല്ലാതെ ഫുഡ് കണ്ടെയ്നിങ് സോൾട്ട്, ഉപ്പ് കൂടിയിരിക്കുന്ന ഭക്ഷണം, ഷുഗർ കൂടിയിരിക്കുന്ന ഭക്ഷണം, ഫാറ്റ് കൂടിയിരിക്കുന്ന ഭക്ഷണം, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളെല്ലാം എന്താണ് പ്രഗ്നൻസി സമയത്ത് അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ നിയന്ത്രിക്കേണ്ടത് ഏറ്റവും അനിവാര്യം ആണ്. ഇനി 236 ചോദ്യം. ആൽക്കഹോളിസം, യൂസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് സ്മോക്കിംഗ് കാൻ കോസ് ഹോർമോണൽ ഇംബാലൻസ്, ഇറഗുലർ മെൻസ്ട്രേഷൻ ആൻഡ് ഓവുലേഷൻ ഡിസോർഡേഴ്സ് ഇൻ വുമൺ. വാട്ട് ആർ ദ കോൺസിക്വൻസ് ഓഫ് ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ്സ് ആൻഡ് സ്മോക്കിംഗ് ഇൻ വുമൺ? എന്തെല്ലാമാണ് ഒരു സ്ത്രീയിൽ ആൽക്കഹോളിസം, അതായത് മദ്യപാനവും മയക്കുമരുന്നിൻ്റെ ഉപയോഗവും സ്മോക്കിംഗ് അല്ലെങ്കിൽ പുകവലിയും ഒരു സ്ത്രീയിൽ ഉണ്ടാക്കുന്ന ഹാനികരമായ പ്രവൃത്തികൾ അല്ലെങ്കിൽ റിസൾട്ടുകൾ അല്ലെങ്കിൽ ഫലങ്ങൾ? ഓക്കെ, ആൽക്കഹോളിസം, കുടി, മദ്യപാനം, യൂസ് ഓഫ് ഡ്രഗ്സ്, അതായത് മയക്കുമരുന്നിൻ്റെ ഉപയോഗവും സ്മോക്കിംഗ്, പുകവലിയും ക്യാൻ കോസ് ഹോർമോണൽ ഇംബാലൻസ്, അതായത് ഹോർമോണുകളുടെ ബാലൻസിൽ വ്യതിയാനം വരുത്താം. ഇറഗുലർ മെൻസ്ട്രേഷനിലേക്ക് നയിക്കാം, അതായത് റെഗുലറായിട്ടുള്ള 28 ഡേയ്സിലെ സർക്കിൾ ഓഫ് മെൻസ്ട്രേഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. ഓവുലേഷൻ ഡിസോർഡേഴ്സ്, അതായത് ഓവറിയിൽ നിന്നും ആ എഗ്ഗിനെ കറക്റ്റായിട്ടുള്ള സമയത്തുള്ള ഡിസ്ചാർജ് ചെയ്യുന്നതിനുള്ള ആ പ്രവണതയിലും മാറ്റം വരുത്തിയേക്കാം. ഇനി 237 ചോദ്യം. ഇൻ മെൻ ആൽക്കഹോളിസം ക്യാൻ ലീഡ് ടു ഡിക്രീസ് ഓഫ് സ്പേം ഡെഫിഷ്യൻസി ആൻഡ് മൊബിലിറ്റി, അതായത് വാട്ട് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് ആൽക്കഹോളിസം ഇൻ മെൻ എന്ന് ചോദിച്ചാൽ, എസ്പെഷ്യലി ഇൻ റീപ്രൊഡക്റ്റീവ് മാറ്റേഴ്സ്, അതായത് റീപ്രൊഡക്ഷൻ, അതായത് പ്രത്യുൽപാദന കാര്യത്തിൽ ആൽക്കഹോളിസം കൊണ്ടുവരുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ മെൻ ആൽക്കഹോളിസം ക്യാൻ ലീഡ് ടു ഡിക്രീസ് ഓഫ് സ്പേം, അതായത് സ്പേമിൻ്റെ അല്ലെങ്കിൽ പുരുഷ ബീജത്തിൻ്റെ ഉൽപാദനത്തിൽ കുറവ് വരുത്താം, ഡെഫിഷ്യൻസി കുറവ് വരുത്താം. അതുപോലെ തന്നെ സ്പേമിൻ്റെ ചലനത്തിനുള്ള കപ്പാസിറ്റിയിലും കുറവ് വരുത്താം, അതായത് മൊബിലിറ്റിയിലും ഉൽപാദനത്തിലും മൊബിലിറ്റിയിലും കുറവ് വരുത്തുന്നതിനായിട്ട് സാധിക്കാറുണ്ട്. ഇനി 238 ചോദ്യം. 238. സ്മോക്കിംഗ്, ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് അബ്യൂസ് ഡ്യൂറിങ് പ്രഗ്നൻസി ക്യാൻ കോസ് ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ് ഇൻ ദ ഫീറ്റസ്, അതായത് ഒരു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ മദ്യപിക്കുകയോ ഡ്രഗുകൾ ഉപയോഗിക്കുകയോ പുകവലിക്കുകയോ ചെയ്താൽ എന്തായിരിക്കും കോൺസിക്വൻസ്? വാട്ട് വിൽ ബി ദ കോൺസിക്വൻസ് ഓഫ് എ പ്രഗ്നൻറ്റ് വുമൺ ഇൻ സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ്, അതായത് ഒരു പ്രഗ്നൻറ്റ് വുമൺ, അതായത് സ്മോക്കിംഗ്, ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് അബ്യൂസ് ഡ്യൂറിങ് പ്രഗ്നൻസി, അതായത് പുകവലിക്കുകയോ മദ്യപിക്കുകയോ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ ചെയ്യുന്നു എപ്പോഴാണ്? ഡ്യൂറിങ് പ്രഗ്നൻസി, അതായത് ഗർഭവതിയായിരിക്കുമ്പോൾ ചെയ്യുന്നത്. ക്യാൻ കോസ്, അത് കാരണമായി തീരും എന്തിനാണ്? ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ് ഓഫ് ദ ഫീറ്റസ്, അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ ശരിയായിട്ടുള്ള വളർച്ചയ്ക്ക് തടസ്സം ആയിത്തീരും. ഡെവലപ്മെൻ്റൽ ഡിസോർഡേഴ്സ്, അതായത് വളർച്ചയുടെയും വികാസത്തിനും തടസ്സമായി തീരുന്നതിന് കാരണമായി തീരും. ഓക്കെ, ഇനി 239 ചോദ്യം. ഓക്കെ,
Ectopic pregnancy occurs when a fertilized egg implants outside of the uterus, usually in fallopian tube. അപ്പോൾ വാട്ട് ഈസ് എക്ടോപിക് പ്രഗ്നൻസി എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താകുന്നു എക്ടോപിക് പ്രഗ്നൻസി? ഓക്കെ, എക്ടോപിക് പ്രഗ്നൻസി ഒക്കേഴ്സ്, അത് സംഭവിക്കുന്നു, എക്ടോപിക് പ്രഗ്നൻസി സംഭവിക്കുന്നു വെൻ ഫെർട്ടിലൈസ്ഡ് എഗ്ഗ്, അതായത് പുരുബീജവുമായിട്ട് സംയോഗം ചെയ്യപ്പെട്ട എഗ്ഗ് ഇംപ്ലാന്റ്സ് ഔട്ട്സൈഡ് ഓഫ് ദ യൂട്രസ്, അത് യൂട്രസിന് പുറത്ത് വെച്ച് സംയോഗം ചെയ്യപ്പെടുകയും ഇംപ്ലാന്റ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് എക്ടോപിക് പ്രഗ്നൻസി. യൂഷ്വലി വെയർ ദ എക്ടോപിക് പ്രഗ്നൻസി ഹാപ്പൻസ്, അതായത് സാധാരണ എവിടെയാണ് എക്ടോപിക് പ്രഗ്നൻസി സംഭവിക്കുന്നത്? യൂഷ്വലി എക്ടോപിക് പ്രഗ്നൻസി ഹാപ്പൻസ് ഇൻ ഫലോപ്പിയൻ ട്യൂബ്, അതായത് സാധാരണയായിട്ട് ഫലോപ്പിയൻ ട്യൂബിലാണ് എക്ടോപിക് പ്രഗ്നൻസി സംഭവിക്കുന്നത്. ഇനി 240ാമത്തെ ചോദ്യം, എക്ടോപിക് പ്രഗ്നൻസി ലീഡ്സ് ടു മിസ് ക്യാരേജ്, എന്താണ് അതിനർത്ഥം? വാട്ട് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് എക്ടോപിക് പ്രഗ്നൻസി, എന്താണ് എക്ടോപിക് പ്രഗ്നൻസിയുടെ പരിണിത ഫലം? അപ്പോൾ എക്ടോപിക് പ്രഗ്നൻസി ലീഡ്സ് ടു ദ മിസ് ക്യാരേജ്, അതായത് എക്ടോപിക് പ്രഗ്നൻസി എന്ത് ചെയ്യുന്നു? മിസ് ക്യാരേജിന്, അതായത് ഗർഭം അലസി പോകുന്നതിന് കാരണമായി തീരുന്നു. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് പോകാം.